ദിക്റിന്റെ ചില മഹത്വങ്ങൾ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ദിക്റിന്റെ ചില മഹത്വങ്ങൾ, ദിക്റിന്റെയും ദിക്റിന്റെ മജ്ലിസിന്റെയും മഹത്വങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, അന്നഹു യത്റുദു ശൈത്വാന, ദിക്ർ ചെല്ലുമ്പോഴും ദിക്റിന്റെ സദസ്സിലിരിക്കുമ്പോഴും പിശാചിനെ അകറ്റി നിർത്താൻ കഴിയുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പിശാചാണ് നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നത്. പിശാചിനെ അകറ്റാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിശാചിനെ അകറ്റാനുള്ള വഴി ദിക്റിന്റെ മജ്ലിസും ദിക്റുകളാണ്, അല്ലേ? പിശാചിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ സുജൂദ് ചെയ്തില്ല. അള്ളാഹു ചോദിച്ചു, എന്തേ സുജൂദ് ചെയ്യാത്തത്? പറഞ്ഞു, ഞാൻ സുജൂദ് ചെയ്യൂല, എന്നെ കാണും താഴെയുള്ള ഒരാൾ. ഫഖ്റുജ് മിൻഹാ മദ്ഊമൻ മദ്ഹൂറാ, ഇവിടെ വേണ്ട, നീ പോയിക്കോ, നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് അള്ളാഹു അട്ടിപ്പുറത്താക്കി. ലഅഖഉദന്ന ലഹും സിറാത്തുകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അല്ലാഹുവേ, മനുഷ്യന്റെ വലതു ഭാഗത്തിലൂടെ ഇടതു ഭാഗത്തിലൂടെ മുമ്പിലൂടെ പിമ്പിലൂടെ എല്ലാ പാർശ്വങ്ങളിലൂടെയും എല്ലാ ഭാഗങ്ങളിലൂടെയും ഞാൻ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കും. ഒരു മനുഷ്യന് ഞാൻ വലയം വെച്ചുകൊണ്ടിരിക്കും, അനങ്ങാൻ വിടൂല. അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയ വാഗ്ദാനാണ്, അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയ വരമാണ്. ഒരു മനുഷ്യന്റെ ചുറ്റും ഞാൻ വലയം ചെയ്യും. പിശാച് പറയാണ്, ലഅഖഉദന്ന ലഹും സിറാത്തുകൽ മുസ്തഖീം, ചൊവ്വായ വഴിയിലൂടെ, നല്ല വഴിയിലേക്ക് അടുക്കാൻ പോലും ഞാൻ അവനെ അനുവദിക്കൂല. ثم لآتينهم من بين أيديهم, അവന്റെ മുമ്പിലേക്ക് വരും, ومن خلفهم, അവന്റെ പിന്നിലേക്ക് വരും, وعن أيمانهم, വലതു വശത്തേക്ക് വരും, وعن شمائلهم, ഇടതു വശത്തേക്ക് വരും, ولا تجد أكثرهم شاكرين, ഒരു കുഞ്ഞുമോനെ പോലും ഞാൻ നന്നാവാൻ അനുവദിക്കില്ല. അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയവരും അല്ലാഹു പറഞ്ഞു, ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ, നിങ്ങളെ എല്ലാവരെയും കൊണ്ടുപോയി ഞാൻ നരകത്തിലേക്ക് ഇടും. നിന്നെയും നിന്നെ കൊണ്ട് വിശ്വസിച്ച് എല്ലാറ്റിനെയും കൊണ്ടുപോയി നരകത്തിലിടും. കൂടെ നിന്നാൽ, പിശാചിന്റെ കൂടെ നിന്നാൽ. അപ്പൊ പിശാചിൽ നിന്ന് അകലാനുള്ള വഴിയാണ് ദിക്റിന്റെ മജ്ലിസുകളിലേക്ക്, സ്വലാത്തിന്റെ വഅദിന്റെ മജ്ലിസുകളിൽ സജീവമാവുക എന്നുള്ളത്. അന്നഹു യത്റുദു ശൈത്വാൻ, പിശാചിനെ അകറ്റാൻ കഴിയും. 10 ഫായിദകൾ മഹാന്മാർ പറയുന്നുണ്ട്. 10 ഫായിദകൾ മഹാന്മാർ പറയുന്നുണ്ട്. 10 ഫായിദകൾ. അതിലൊന്ന്, പിശാചിനെ അകറ്റാൻ കഴിയും. മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ശൈത്വാന ഖാല, പിശാച് അല്ലാഹുവിനോട് പറഞ്ഞു, വഇസ്സതുക യാ റബ്ബ്, അല്ലാഹുവേ, ലാ അബ്റഹു ഉഗ്വി ഇബാദക മാ ദാമത് അർവാഹും ഫീ അജ്സാദിഹിം, അവരുടെ മരണം വരെ ഞാൻ മനുഷ്യനെ വഴി പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും, ഒരാളെയും ഞാൻ നന്നാവാൻ വിടില്ല എന്ന് അള്ളാഹുവിനോട് പിശാച് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞത്, വഇസ്സതി വജലാലി, ഞാൻ എന്നെ കൊണ്ട് സത്യം ചെയ്യാണ്, ലാ അസാലു അഗ്ഫിർ ലഹും മസ്തഗ്ഫറൂനി, നീ അവരെ തിന്മയിലേക്ക് കൊണ്ടുപോയി നശിപ്പിച്ചാലും അവരെങ്ങാനും ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലി എന്നിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ അവർക്ക് പുറത്തു കൊടുത്ത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അള്ളാഹു പറഞ്ഞു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്തിട്ട് ആകെ ഒരു നാട്ടിലൊരു തെമ്മാടിയായി മോശക്കാരനായി മാറി. എങ്കിലും അയാൾ ഒരു ദിവസം നിറകണ്ണുകളുമായി അല്ലാഹുവിലേക്ക് മടങ്ങി, അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി അന അബ്ദുക വഅന അലാ അഹദിക വബഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅത് അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, ഞാൻ നന്നാവുകയാണ്, അല്ലാഹുവേ എനിക്ക് മാപ്പ് തരണം, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമെന്ന് നിറകണ്ണുകളുമായി പശ്ചാത്താപത്തോടെ ഖേദത്തോടെ മടങ്ങിയാൽ ഞാൻ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പൊ ആരാ പരാജയപ്പെട? പിശാചല്ലേ. എത്ര തെറ്റ് ചെയ്താലും അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി മടങ്ങിയാൽ ഞാൻ അവരെ സ്വീകരിക്കും. പിശാച് തോറ്റു. 50-60 വർഷത്തോളം തെറ്റിലും ഹറാമിലും ജീവിച്ച ഒരാൾ മരണത്തിന്റെ തൊട്ടു മുമ്പ് ഇസ്തിഗ്ഫാർ ചൊല്ലി നന്നായാൽ പിശാച് ഈ കാലയളവൊക്കെ അധ്വാനിച്ചത് വെറുതെയായി. നമ്മൾക്ക് നന്നാവാൻ സെക്കൻഡുകൾ മതി, അല്ലാഹുവിലേക്ക് അടുക്കാനും സെക്കൻഡുകൾ മതി.
അപ്പൊ പിശാചിൽ നിന്ന് അകലാനുള്ള വഴിയാണ് ഈ ദിക്റിന്റെയും വഅദിന്റെയും മജ്ലിസ്. ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി. എന്നിലേക്ക് അവരടുക്കാൻ തയ്യാറായാൽ, എന്നിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ അവർക്ക് പുറത്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും ഞാൻ തയ്യാറാണെന്ന് അള്ളാഹു പറഞ്ഞത് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഒരു സമുദായം, ഒരു കൂട്ടം ഇങ്ങനെ ഇരുന്നാൽ, ഒരുമിച്ച് കൂടിയാൽ, അല്ലാഹുവിനെ ഓർത്ത് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടിയാൽ, പിശാച് മാറി നിന്നിട്ട്, നമ്മളെ കൂടെ ഒരു പിശാച് വേണം, ഒരു പിശാച് എല്ലാവരുടെ കൂടെ ഉണ്ട്. ആ പിശാച് മാറി നിന്നിട്ട് ദുനിയാവിനോട് പറയും, അലാ തറൈന മാ യസ്നഊൻ, കാണുന്നില്ലേ, മനുഷ്യന്മാരെ കാണുന്നില്ല, അവരൊക്കെ ഇങ്ങനെ വാദം പോയി കേൾക്കുക, അവരൊക്കെ ഹദ്ദാദ് ചെല്ലുക, അവരൊക്കെ ദിക്ർ ചെല്ലുക, സ്വലാത്ത് ചെല്ലുക, നിങ്ങൾക്ക് അത് കാണുന്നില്ലേ എന്ന് പിശാച് ദുനിയാവിനോട് പറയും. അപ്പൊ ദുനിയാവ് പറയും, ദഅഹും, അവരെ വിട്ടേക്ക്, ഫഇന്നഹും ഇദാ തഫറഖൂ, വാദ് കഴിഞ്ഞ് വന്നാൽ അവരുടെ പിരടിക്ക് പിടിച്ചേക്ക്. വാദ് കഴിയുന്നത് വരെ തൊടാൻ കഴിയില്ല, അത് ശരിയാണ്. ദിക്റിന്റെ മജ്ലിസ്, സ്വലാത്തിന്റെ മജ്ലിസ്, ഹദ്ദാദ് കഴിയുന്നത് വരെ പിശാചിന് ഒരു റോഡില്ല. കഴിഞ്ഞിട്ട് പുറത്തു പോകുമ്പോ അവരുടെ പെരടിക്ക് പിടിച്ചേക്ക്, അവരെ പിടിച്ചോണ്ടേക്ക്. ഇതെല്ലാം കഴിഞ്ഞവര് പിരിഞ്ഞു പോകുമ്പോഴേക്കും ഇതിൽ നിന്ന് മാറി നിന്നിലേക്ക് അവരെ മടങ്ങി വരാൻ സാധ്യതയുണ്ട്, അവരെ പിടിച്ചോളൂ എന്ന് ദുനിയാവ് പിശാചിനോട് പറയുമെന്ന് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഈ ഇൽമിന്റെ സദസ്സുകൾ, ഈ ദിക്റിന്റെ സദസ്സുകൾ വളരെ പ്രധാനമായിട്ട്, ഒന്നാമത്തെ മഹത്വം പിശാചിൽ നിന്ന് അകലാൻ നമ്മെ സഹായിക്കും. എത്ര കണ്ട് വഅദിന്റെ മജ്ലിസിൽ ഇരിക്കുന്നുണ്ടോ, എത്ര കണ്ട് ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസിൽ ഇരിക്കുന്നുണ്ടോ, അത്രയും അയാൾ പിശാചിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. അപ്പൊ പിശാച് നമ്മുടെ ശത്രുവാണ്. ഫദല്ലാഹുമാ ബിഗുറൂർ فلما ذاق الشجرة بدت لهما سوآتهما وطفقا يقصفان عليهما من ورق الجنة وناداهما ربهما ألم أنهكما عن تلكما الشجرة وأقل لكما إن الشيطان لكما عدو مبين. ആദമിനോട് ഹവ്വയോട് അല്ലാഹു ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പിശാച് ശത്രുവാണെന്ന്, എന്തേ നീ കേൾക്കാത്തത്? നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇന്ന ശൈത്വാന ലകുമാ അദുവ്വും മുബീൻ, വ്യക്തമായ ശത്രുവാണ് പിശാച് എന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും പിശാചിന്റെ വാക്ക് എന്തേ നീ കേട്ടത് എന്നാണ് അല്ലാഹു ചോദിച്ചത്. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ, തെറ്റുപറ്റുപോയി റബ്ബേ. അല്ലാഹു പുറത്തു കൊടുത്തു. അതേപോലെ പിശാച് ശത്രുവാണെന്ന് നമ്മൾക്കറിയാം, എന്നിട്ടും നമ്മുടെ ഭാഗത്ത് തെറ്റുവരും. തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങിയാൽ അല്ലാഹു പുറത്തു തരും. ദിക്റിന്റെ 10 മഹത്വങ്ങളിലൊന്ന്, ദിക്റിന്റെ 10 പ്രത്യേകതകളിലൊന്ന്, ദിക്റിലൂടെ ജീവിക്കുന്ന ഒരാളെ പിശാചിന് ശല്യം ചെയ്യാൻ കഴിയില്ല. അപ്പൊ നിരന്തരമായ ഒരാൾ ദിക്ർ ചൊല്ലാൻ, ദിക്ർ തന്നെ ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ വാളുകൾ, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലി സുബ്ഹാനല്ലാഹ്, സ്വലാത്ത്, ദിക്ർ ചൊല്ലി, ഖുർആൻ ഓതി, നിസ്കരിച്ച്, തന്നെ അയാളെ പിശാചിന് തൊടാൻ കഴിയില്ല. 2, അന്നഹു യുർദിർ റഹ്മാന അസ്സ വജൽ, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനായി മാറാൻ കഴിയും. എത്ര കണ്ട് ദിക്ർ വർദ്ധിപ്പിക്കുന്നുണ്ടോ അത്രയും കണ്ട് അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനായ ആൾ മാറും. അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനായി മാറാൻ കഴിയും. عن أبي الدرداء رضي الله عنه, അബൂ ദർദാ തങ്ങൾ പറയാണ്, قال رسول الله, നർക്ക സ്വലാത്തിൽ ഒരു 3 മിനിറ്റ് നോളി, اللهم صل على محمد يا رب صل عليه وسلم, ഉറക്ക ചൊല്ലി, اللهم صل على محمد يا رب صل عليه وسلم, اللهم صل على محمد يا رب صل عليه وسلم. الله സ്വീകരിക്കട്ടെ. وعن أبي الدرداء رضي الله عنه, അബൂ ദർദാ തങ്ങൾ പറയാണ്, قال رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നുണ്ട്,
ലയബഅസന്നല്ലാഹു അഖ്വാമൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു ഒരു സമുദായത്തെ കൊണ്ടുവരുന്നുണ്ട്. മഹ്ശറയിൽ ഒരു സമുദായത്തെ അല്ലാഹു കൊണ്ടുവരാണ്, ഒരു കൂട്ടം ആളുകൾ. ഫീ വുജൂഹിഹിമുൻ നൂർ, അവരുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമുണ്ട്. അവരുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമുണ്ട്. അലാ മനാബിരി ലുഅ്ലുഇ, മുത്തുകളുടെ പവിഴങ്ങളുടെ സിംഹാസനങ്ങളിലാണ് അവർ ഇരിക്കുന്നത്. മുഖം പ്രകാശിക്കുന്ന ഒരു വിഭാഗം, മുഖം പ്രകാശിക്കുന്ന ഒരു വിഭാഗം പവിഴങ്ങൾ കൊണ്ട്, രത്നങ്ങൾ കൊണ്ടുള്ള മനോഹരമായ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. അവരെ കാണുമ്പോൾ ജനങ്ങൾ അസൂയയോടെയാണ് നോക്കുന്നത്. നോക്കൂലെ, വലിയ വണ്ടിയിലൊക്കെ പോകുന്ന ആളെ കാണുമ്പോൾ അസൂയയോടെ നോക്കൂടെ? നല്ല വീടൊക്കെ കാണുമ്പോൾ അസൂയയോടെ, തകരാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് കിട്ടാനുള്ള പൂതിയോടെ ഒരു അസൂയയുടെ ഒരു നോട്ടം. അതേപോലെ ജനങ്ങൾ അസൂയയോടെ നോക്കും. ഏതപ്പായി മനുഷ്യന്മാര്, ഏതായി കൂട്ടര്? അവർ പ്രവാചകന്മാരല്ല. അവർ പ്രവാചകന്മാരല്ല. വലാ ശുഹദാ, അവർ രക്തസാക്ഷികളല്ല, ഷഹീദുകളല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരമായി പോരാടി പിടഞ്ഞു മരിച്ചവരല്ല. അള്ളാഹുവിന് വേണ്ടി രക്തം സമ്മാനിച്ചവരല്ല. ശുഹദാക്കളല്ല, അംബിയാക്കളല്ല. പിന്നെ ആരാണാവോ ഇത്രയും വലിയ ടീം? മുട്ടിലൂടെ ഇഴഞ്ഞുകൊണ്ടൊരു അഅറാബി നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, നബിയേ, ജല്ലിഹിം ലനാ, അവരെ കുറിച്ചൊന്ന് ഞങ്ങളോട് പറഞ്ഞു തരുമോ? നഅരിഫുഹും, അവർ ആരാണെന്ന് ഞങ്ങളൊന്ന് പഠിച്ചോട്ടെ, അവരെ പോലെയാകാനൊന്ന് ശ്രമിച്ചോട്ടെ, അവർ ആരാണെന്ന് പറഞ്ഞു തരുമോ എന്നൊരു അഅറാബി മുട്ടിലൂടെ ഇഴഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ അടുത്തേക്ക് എത്തി. നബി തങ്ങൾ പറഞ്ഞു, ഹുമുൽ മുതഹാബൂന ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവർ. മിൻ ഖബാഇല ശത്താ, വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്ന്. വബിലാദിൻ ശത്താ, വ്യത്യസ്തമായ നാടുകളിൽ നിന്ന്. എല്ലാവരും ഈ പുഞ്ചക്കാടുള്ള ആളാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ല? പുഞ്ചക്കാട് തന്നെയല്ലേ നാട്ടിന്റെ പേര്? എല്ലാവരും പുഞ്ചക്കാട്ടുകാരാണെന്ന് വിശ്വാസം എനിക്കില്ല. വ്യത്യസ്തമായ നാട്ടുകാരുണ്ടാകും. വ്യത്യസ്തമായ നാട്ടുകളിൽ നിന്ന്, വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്ന് ഒരുമിച്ചുകൂടി എന്നെ സ്നേഹിക്കുന്നവരാണവർ. യജ്തമിഊന അലാ ദിക്രില്ലാഹ്, എന്നെ ഓർക്കാനാണ് അവർ ഒരുമിച്ച് കൂടിയത്. ആ ആളുകൾക്ക് അല്ലാഹു നാളെ നൽകുന്നത് മനോഹരമായ രത്നങ്ങൾ കൊണ്ടുള്ള സിംഹാസനങ്ങളിൽ ഇരുത്തി അവരുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ദിക്റാണ്, ഖുർആനും ഹദീസുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ആരും പൈസ കിട്ടുമെന്നോ ചീരണി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ വന്നതല്ല. ഉറങ്ങാം, നല്ല ഈ മഴയത്ത് മൂടിപ്പുതച്ച് കിടന്നുറങ്ങാം, പക്ഷേ എങ്കിലും കുറച്ച് വാലൊക്കെ കേട്ടോട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി കടന്നു വന്നു. ഈ നമ്മൾക്ക് അല്ലാഹു ഇതിന് പകരം നാളെ മനോഹരമായ പവിഴങ്ങളും രത്നങ്ങളും കൊണ്ട് അല്ലാഹു ഒരുക്കി വെച്ച സിംഹാസനങ്ങളിൽ മുഖം പ്രകാശിക്കുന്നവരായിരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ മൂന്നാമത്തെ വിഷയം അതാണ്, അന്നഹു യുനവ്വിറുൽ വജ്ഹ വൽ ഖൽബ, നമ്മുടെ മുഖത്തിനൊരു പ്രകാശം നൽകും. അത് ആഖിറത്തിൽ മാത്രമല്ല, ദുനിയാവിലും ഉണ്ടാകും. വലിയ മഹാന്മാരുടെ മുഖത്തിനൊക്കെ നല്ല തെളിച്ചുണ്ടാകും. നിങ്ങളൊക്കെ ചില ആളുകളെ കാണുമ്പോൾ നോക്കിയാൽ മതി, അല്ലേ? ചില ആളുകളെ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നാളെ ഇവിടെ ബഹുമാനപ്പെട്ട മാനൂർ ഉസ്താദ് വരുന്നുണ്ട്. അതുപോലെ പ്രഗത്ഭരായ അള്ളാഹുവിനെ പോലെയുള്ള ഉഖ്റവിയായ ആലിമുകളുടെ മുഖം കാണുമ്പോൾ ഒരു വെളിച്ചം ഉണ്ടാകും മുഖത്തിന്. അതെങ്ങനെ കിട്ടി ആ വെളിച്ചം? ആ വെളിച്ചം കിട്ടിയത് ദിക്റിലൂടെയാണ്. ദിക്റിലൂടെയാണ് ആ വെളിച്ചം ലഭിച്ചത്. അന്നഹു യുനവ്വിറുൽ വജ്ഹ വൽ ഖൽബ, മുഖത്തിനും ഹൃദയത്തിനും അല്ലാഹു പ്രകാശം നൽകും. ദിക്റിന്റെ മഹത്വമാണത്. നമ്മുടെ മുഖത്തിന് ഒരു വെളിച്ചം കിട്ടും, ഹൃദയത്തിനൊരു വെളിച്ചം കിട്ടും ദിക്റിലൂടെ. നന്നായി ദിക്ർ ചൊല്ലിക്കോ, ആ ഒരു വെളിച്ചം മുഖത്ത് കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദിക്റിന്റെ മറ്റൊരു മഹത്വം നമ്മുടെ മുഖത്തിനും ഹൃദയത്തിനും വെളിച്ചം ലഭിക്കുമെന്നുള്ളതാണ്. ഹൃദയത്തിന്റെ വെളിച്ചം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. ഹൃദയം തുരുമ്പ് പിടിക്കും. ആ തുരുമ്പ് പിടിച്ച ഹൃദയങ്ങളെ മനോഹരമാക്കുന്നത്, വെളിച്ചമാക്കുന്നത് ദിക്റിലൂടെയാണ് എന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. ദിക്ർ കൊണ്ട് ഹൃദയത്തെ വെളിച്ചമാക്കാൻ കഴിയും.
ഹൃദയം ശുദ്ധിയാകാൻ, ഹൃദയം വെളിച്ചമാകാൻ 5 കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. ഒന്ന്, നന്നായി ഖുർആൻ ഓതലാണ്. ദിക്റിൽ ഏറ്റവും വലിയ ദിക്ർ ഖുർആനാണ്. ദിക്റിൽ ഏറ്റവും വലിയ ദിക്ർ ഖുർആനാണ്. ഖുർആൻ കഴിഞ്ഞിട്ട് മറ്റുള്ള ദിക്റുള്ളൂ. ഒരാൾക്ക് ദുആ ചെയ്യാൻ പോലും മടിയാണ്, ആ സമയത്തും ഖുർആൻ ഓതാന്നുള്ള ഉദ്ദേശമാണ്. ഉദാഹരണത്തിന് റമദാൻ മാസം ആയാലും ഒരു 10 ഖത്തം തീർക്കണം എന്നുള്ള നിയത്തോടുകൂടി തന്നെ ദുആ ചെയ്യാൻ പേടിയാണ്. ഈ ദുആ ചെയ്യുന്ന സമയത്ത് അത്ര ഓതാൻ കഴിയില്ലല്ലോ, ദുആ വേണ്ട, കുറച്ച് ഖുർആൻ ഓതാൻ. അങ്ങനെയാണെങ്കിൽ അവരുടെ ഹൃദയത്തിലുള്ള ആ ആവശ്യങ്ങൾ അല്ലാഹു ചോദിക്കാതെ തന്നെ അതിനേക്കാൾ കൂടുതൽ അല്ലാഹു നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ദ്വാരന്നിട്ടല്ലോ, തീരെ ദ്വാ ചെയ്തിട്ടില്ലല്ലോ, വേണ്ട, വിഷമം വേണ്ട. ആ സമയം ഖുർആൻ ഓതാൻ വേണ്ടി ഉപയോഗിച്ചതല്ലേ. അതുകൊണ്ട് നിന്റെ മനസ്സ് റബ്ബിന് കാണുന്നുണ്ട്. അല്ലാഹു നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും, നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരും. ഖുർആൻ അങ്ങനെയാണ്. ഖുർആൻ ഒരു ദിക്റാണ്. ഖുർആനെ മറച്ച് കവച്ചു വെക്കുന്ന മറ്റൊരു ദിക്റില്ല. അന്നഹു യുനവ്വിറുൽ വജ്ഹ വൽ ഖൽബ, ഹൃദയത്തിനും മുഖത്തിനും പ്രകാശം നൽകും. ഹൃദയത്തിന് പ്രകാശം നൽകാൻ ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതണം. നന്നായി ഖുർആൻ ഓതിയാൽ ഹൃദയത്തിന് വെളിച്ചമുണ്ടാകും. നന്നായി ഖുർആൻ ഓതിന് അർത്ഥം അറിയെങ്കിലും അറിയില്ലെങ്കിലും നന്നായിട്ട് ഓതൻ, നിങ്ങളുടെ തപ്പിപ്പിടിച്ച് ഓതൻ. നന്നായി ഓതുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം ഒരുപാട് പ്രതിഫലം. ഇനി ഒരാൾക്ക് ഓതാനെന്ന് അറിയുന്നില്ല, തപ്പിപ്പിടിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെ തപ്പിപ്പിടിച്ച് ഓതാണ്. 2 കൂലിയുണ്ട്. ഒന്ന് പഠിച്ചതിന്റെ കൂലി, 2 ഓതിയതിന്റെ കൂലി. അയാൾക്ക് അല്ലാഹു നൽകുന്നത് 2 കൂലിയാണ്. തെറ്റുമെന്ന് പേടിച്ച് നീ വിഷമിക്കേണ്ട, അല്ലാഹു അതിനൊക്കെ പരിഹാരം. തെറ്റുമെന്ന് പേടിച്ച് നീ വിഷമിക്കേണ്ടതില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിക്കാനുള്ള ശ്രമം നടത്തിയതിന് 2 കൂലിയാണ് നിങ്ങൾക്ക് തരുന്നത്. നന്നായി ഓതുന്നവർക്ക് അതിനേക്കാളും കൂലിയുണ്ട്. പഠിക്കുന്നവർ ഓതിക്കോളൂ. ഓതുന്നതിനനുസരിച്ച് ഓത്തിന്റെ സ്പീഡ് കൂടും. ഓതുന്നതിനനുസരിച്ച് ഒരാൾക്കൊരു ജുസ് ഓതാൻ അരമണിക്കൂർ വേണമെങ്കിൽ നിരന്തരമായി ഓതുന്ന ആളുകൾക്ക് അത് 25 മിനിറ്റ് ആകും. പിന്നെയും ഓതുമ്പോൾ അത് 20 മിനിറ്റ് ആകും. പിന്നെയും ഓതുമ്പോൾ അത് 15 മിനിറ്റ് ആകും. തമാശയല്ല, 15 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു ജുസ് ഓതാൻ പറ്റും. എന്നാൽ മഹാന്മാർ ഒരു ദിവസം തന്നെ 8 ഖത്തം ഓതിയിരുന്ന ആളുകളുണ്ട്. 8 ജുസ് അല്ല, 8 ഖത്തം ഒരു ദിവസത്തിൽ ഓതി 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 സമയത്തിൽ ബറക്കത്തും കൂടി ലഭിച്ചു. ഒരു ഖത്തമല്ല, 8 ഖത്തമൊക്കെ ഒരു ദിവസത്തിൽ ഓതി തീർത്തു. മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഒരു ഖത്തം ഓതി തീർത്ത ആളുകളുണ്ട്. മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ അങ്ങനെയുണ്ട്. അല്ലാഹു ബറക്കത്ത് നൽകി ഈ സമയത്തിൽ. പിന്നെ ഓതി ഓതി അത് അല്ലാഹു എളുപ്പമാക്കി കൊടുത്തു. അതുകൊണ്ട് മുഖത്തിന് പ്രകാശം ലഭിക്കാനുള്ള വഴി ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, തഹജ്ജുദ് നിസ്കരിക്കുക. നന്നായി തഹജ്ജുദ് നിസ്കരിക്കണം. തഹജ്ജുദ് ഹൃദയത്തിലെയും മുഖത്തിന്റെയും പ്രകാശമാണ്. മറ്റൊരു വിഷയം, അന്നഹു യുസീലുൽ ഹമ്മ വൽ ഗമ്മ അനിൽ ഖൽബി, ഹൃദയത്തിന്റെ വിഷമങ്ങളെ, ഹൃദയത്തിന്റെ പ്രയാസങ്ങളെ, മാനസികമായ സംഘർഷങ്ങളെ, ദുഃഖങ്ങളെയെല്ലാം മാറ്റിത്തരും. നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തും. ഈ ദിക്റെന്ന് മഹാന്മാര് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ദിക്ർ എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്, അത്ര കണ്ട് ദുഃഖം മാറി സന്തോഷം പകരം വരും. സന്മനസ്സുള്ളവർക്ക് സമാധാനമുണ്ട് എന്ന് നമ്മൾ പറയും. എന്നാൽ ദിക്ർ ചൊല്ലുന്നവർക്ക് സമാധാനവും സന്തോഷവുമുണ്ട്. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين. നമ്മൾ നേരത്തെ പറഞ്ഞില്ലയോ, ഒന്നാമത്തെ കാര്യം പറഞ്ഞു, പിശാചിനെ അകറ്റുമെന്ന്. ദിക്ർ ചൊല്ലിയാൽ പിശാച് മാറി നിൽക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഈ ആയത്ത് പറയുന്നത് സുഖ്റുഫിലെ 36-ാമത്തെ ആയത്ത്, ദിക്ർ ചൊല്ലാത്തവന്റെ കൂടെ പിശാച് ഉണ്ടാകുമെന്നാണ്. ദിക്ർ ചൊല്ലാത്തവന്റെ കൂടെ പിശാച് ഉണ്ടാകും. ومن يعش عن ذكر الرحمن, അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്ക് നുഖയ്യിൽ ലഹു ശൈത്വാനൻ, അവന്റെ കൂടെ ഒരു പിശാചിനെ ഞാൻ നിയോഗിക്കുമെന്ന്. ഫഹുവ ലഹു ഖരീൻ, അവന്റെ ചങ്ങാതിയായി, അവന്റെ കൂട്ടുകാരനായി പിശാച് ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. പിശാച് ഉണ്ടാകും ദിക്ർ ചൊല്ലാത്തവന്റെ കൂടെ. അല്ലാഹുവിൽ നിന്ന് മാറി നിൽക്കുന്നവന്റെ കൂടെ പിശാചുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഇദാ ദഖല റജുലു ബൈത, വേള കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി വലജ്ന,
എന്നിങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ബിസ്മി ചൊല്ലിയാണ് നമ്മൾ വീട്ടിലേക്ക് കയറുന്നതെങ്കിൽ വീട്ടിലേക്ക് കയറുമ്പോൾ ദിക്റിലൂടെ കയറിയാൽ പിശാച് പറയും ലാ മബീത ലക്കും, ഇന്ന് നിങ്ങൾക്ക് ഉറങ്ങാൻ സ്ഥലമില്ല, ഇന്ന് നിങ്ങൾ തൽക്കാലം മഴയത്തുറങ്ങിക്കോളൂ. നല്ല കോരിച്ചൊരിയുന്ന മഴ. വീട്ടിലേക്ക് കയറുമ്പോ വീട്ടുകാരൊക്കെ കയറുമ്പോ താവ് തുറക്കാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് കയറി. പിശാച് കൂടെയുള്ള കുട്ടിപ്പട്ടാളടുത്തൊക്കെ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ ചാൻസ് ഇല്ല, പുറത്തിറങ്ങിക്കോളി. ആ വീട്ടിലേക്ക് പിശാച് കയറൂല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാൾ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ പിശാച് പറയും വലാ അശാഹുന, ഇന്ന് നിങ്ങൾക്ക് ഫുഡും ഇല്ല. വീട്ടുകാരെല്ലാം ഒന്നിച്ചിരുന്ന് ഒരേ ടേബിളിലാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ആ ഒരു ശീലം കൊണ്ടുവരണം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഉപ്പയും ഉമ്മയും മക്കളും വീട്ടുകാരൊക്കെ ഒരു ടേബിളിൽ ഒന്നിച്ച് വെച്ച് ഒന്നിച്ച് പ്ലേറ്റും പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് പരസ്പരം ചൊരിഞ്ഞുകൊടുത്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൊരാൾ ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ പിശാച് തന്റെയുള്ള കൂട്ടാളികളോട് പറയുമത്രേ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണവുമില്ല, അന്നത്തെ പിശാച് പട്ടിണിയാണ്. അന്ന് പിശാച് പട്ടിണിയാണ്, ഉറങ്ങാൻ സ്ഥലമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ഇങ്ങനെ എന്നും ആക്കിയാൽ പിശാച് നിങ്ങളിൽ നിന്ന് അകന്നു പോകും. പിന്നെ പിശാച് നിങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലിക്കോ, റൂമിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലിക്കോ, വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലി, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി. നിന്റെ പിശാച് പട്ടിണിയാകും, നിന്റെ പിശാച് ബലഹീനനാകും, നിന്നെ തൊടാൻ കഴിയില്ല. ദിക്റിലൂടെ ജീവിച്ച പിശാചകലും. ദിക്റിലെ പിശാച് ഇങ്ങനെ ശക്തിപ്പെട്ട് നല്ല ഉഷാറായി നീ ബലഹീനനായി പിശാച് പറഞ്ഞതുപോലെ നീ ജീവിക്കേണ്ടി വരും. ഇനി വീട്ടിലേക്ക് കയറി അല്ലാഹുവിന്റെ പേര് ചൊല്ലാതെ ബിസ്മി ചൊല്ലാതെയാണ് വീട്ടിലേക്ക് കയറുന്നത്. പാട്ടും പാടി കയറാൻ പിശാച് കൂടെയുള്ള പട്ടാളത്തോട് പറയും അദ്റക്തുമുൽ മബീത്, ഇവിടെ വാ, നല്ല AC ഇട്ട റൂമുണ്ട്, വാ, നല്ല മനോഹരമായി ഗ്രാനൈറ്റ് ചെയ്ത വീടുണ്ട്, വാ, എല്ലാരും വിളിച്ച് വീട്ടിലേക്ക് കയറ്റും. പിശാച് അങ്ങോട്ട് തിക്കി തിരക്കി വീട്ടിലേക്ക് കയറും. എന്നിട്ട് കൂടെ ഉറങ്ങുമ്പോൾ നിങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നു. എന്തിനേറെ ഭാര്യയുടെ കൂടെ ലൈംഗിക ബന്ധത്തിൽ വരെ പിശാചുണ്ടാകും. ഭർത്താവിന്റെ ഗുഹ്യാവയവങ്ങളുടെ ദ്വാരത്തിലൂടെ പിശാചു നുഴഞ്ഞു കയറുമെന്നും ഭാര്യയുടെ കൂടെ വൈകാരികമായ ലൈംഗിക ബന്ധത്തിൽ പിശാചുണ്ടാകുമെന്നും അതിൽ നിന്നുണ്ടാകുന്ന കുട്ടിക്ക് പിശാചുമായി പങ്കുണ്ടാകുമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ കുട്ടി നന്നാന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടി മതം മാറി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, കുട്ടി ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ശ്രദ്ധിക്കേണ്ടത് രാത്രികളാണ്. ബിസ്മി ചൊല്ലാത്ത ബന്ധങ്ങളിൽ നിങ്ങളുടെ കൂടെ ബന്ധപ്പെട്ടത് പിശാചാണ്. ആ കുട്ടിക്ക് പിശാചുമായി ബന്ധമുണ്ട്. പിശാചു ഞാൻ പറഞ്ഞ വിഷയമല്ല, നബി തങ്ങൾ പറഞ്ഞ വിഷയമാണ്. നിങ്ങളുടെ കൂടെ പിശാച് ബന്ധപ്പെടും എന്ന് തന്നെ. അപ്പൊ കുട്ടി ഉണ്ടായ കുട്ടിയുടെ ഉപ്പയായിട്ട് പിശാചും വരും. അതുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ വജന്നിബിശ് ശൈത്വാന മാ റസഖ്തന. റബ്ബേ അല്ലാഹുവേ പിശാചിനെ മാറ്റണേ. അന്ന് പിശാചിന് റൂമിലേക്ക് കയറാൻ കഴിയില്ല. ലം യദുർറഹു ഉമ്മുസ്ബിയാൻ. അങ്ങനെ ആ ദിവസം കുട്ടിയുണ്ടായാൽ ആ കുട്ടിക്ക് പൈശാചികമായ ഷർറുണ്ടാവൂല. അപസ്മാരം പോലെ പൈശാചികമായ ഫിത്നയുണ്ടാവൂല. വളരെ എളുപ്പത്തിൽ ആ കുട്ടികളെ നന്നാക്കാൻ കഴിയും. ഇല്ലെങ്കിലോ കുട്ടികളെ വാദം പറഞ്ഞ് കുറെ കൗൺസിലിംഗ് കൊടുത്ത് ഉപദേശിച്ച് എത്ര റിസ്ക് ആയിരിക്കും. പിടിച്ചു വെച്ച പോലെ അങ്ങോട്ട് വളഞ്ഞു 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 പോകും. ഇതോ ജസ്റ്റ് ചെറിയൊരു ഉപദേശം മതി നന്നാവാൻ. അതുകൊണ്ട് എന്ത് വേണം? എവിടെയും ദിക്ർ വലിയൊരു പ്രാധാന്യമാണ്. ഇസ്ലാം ദിക്ർ പറയാത്തൊരു ഏരിയ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ദിക്ർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഏരിയ പറഞ്ഞുതരാൻ പറ്റുമോ ഇസ്ലാമിൽ? ബാത്റൂമിലേക്ക് പോകുമ്പോൾ, തിരിച്ചു വരുമ്പോൾ, ഇനി മൂത്രമൊഴിച്ച് മനോഹരിക്കുമ്പോൾ ദിക്റുണ്ട്, കുപ്പായം ഇടുമ്പോൾ ദിക്റുണ്ട്, ചെരുപ്പിടുമ്പോൾ ദിക്റുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദിക്റുണ്ട്, വീട്ടിലേക്ക് കയറുമ്പോൾ ദിക്റുണ്ട്, വണ്ടിയിൽ കയറുമ്പോൾ ദിക്റുണ്ട്, ഇറങ്ങുമ്പോൾ ദിക്റുണ്ട്. ദിക്ർ തന്നെ എവിടെ നോക്കിയാലും. ഭക്ഷണം കഴിക്കുമ്പോൾ ദിക്റുണ്ട്, കഴിച്ചു കഴിഞ്ഞാലും ദിക്റുണ്ട്, ഉറങ്ങുമ്പോൾ ദിക്റുണ്ട്, എണീക്കുമ്പോൾ ദിക്റുണ്ട്. ദിക്ർ തന്നെ. ഇനി ഉറക്കിനിടയിൽ സ്വപ്നം കണ്ടാലും ദിക്റുണ്ട്. ഇല്ലേ? എവിടെ ദിക്റില്ലാത്ത? എവിടെയാ ദിക്ർ? എന്തിനാണ് ഈ ദിക്ർ പറഞ്ഞത്? പിശാചിനകറ്റാനാണ്. ഈ ദിക്ർ എന്തിനാ പറഞ്ഞത്? ഉറക്കിനിടയിൽ സ്വപ്നം കണ്ടാൽ പോലും ദിക്റുണ്ട്.
എന്തിനാ ഈ ദിക്ർ പറഞ്ഞത്? പിശാചിനെ അകറ്റാനാണ്. ഇതൊന്നും നിങ്ങൾക്ക് കഴിയില്ല, പിശാച് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? പിശാച് അകന്നുകൊണ്ടിരിക്കും. ഇതിന്റെയൊക്കെ ഹിക്മത്ത് ഇതാണ്. നിങ്ങൾ പറഞ്ഞ ദിക്റില്ലാത്ത ഏരിയ പറഞ്ഞു, ദിക്റില്ലാത്ത ഏരിയ. എന്തിനൊരു ഭാര്യയെ കയ്യിൽ കിട്ടിയാൽ വരെ ആദ്യം ഭാര്യയുടെ തലയിൽ കൈവച്ചൊരു ദിക്ർ ചെല്ലാനുണ്ട്. ഒരു വണ്ടി വാങ്ങിച്ച വണ്ടിയിൽ കൈവച്ച് ദിക്ർ ചെല്ലാനുണ്ട്. അല്ലേ? എവിടെ ദിക്റില്ലാത്ത? എവിടെയാ ദിക്റില്ലാത്ത? ഈ ദിക്റിന്റെ ഹിക്മത്ത് പിശാചിൽ നിന്ന് അകലാനാണ്, പൈശാചികമായ ഷർറില്ലാതിരിക്കാനാണ്. എല്ലാ മേഖലകളിലും പിശാചിന്റെ ബന്ധമില്ലാത്ത മനോഹരമായ ജീവിതം. പിശാചുണ്ടെങ്കിൽ സ്വസ്ഥത ഉണ്ടാവൂല, പിശാചുണ്ടെങ്കിൽ സ്വസ്ഥതയുണ്ടാവൂല. നാലാമത്തെ വിഷയം ഇതിന്റെ മഹത്വത്തിൽ പറയുന്നുണ്ട്, അന്നഹു യുസീലുൽ ഹമ്മ വൽ ഗമ്മ അനിൽ ഖൽബി. ഹൃദയത്തിൽ നിന്ന് ദുഃഖത്തെയും വിഷമത്തെയും മാറ്റി നിർത്തും. പിശാച് എവിടെയുണ്ടോ അവിടെ ദുഃഖമുണ്ട്, പിശാചില്ലേ ദുഃഖമില്ല. പിശാചിന്റെ പണി നിങ്ങൾ നിസ്കാരം കളാക്കലൊന്നുമല്ല, പിശാചിന്റെ പണി നിങ്ങൾ ഹജ്ജ് മുടക്കലല്ല, നോമ്പ് മുടക്കലല്ല. പിശാചിന്റെ വളരെ മർമ്മപ്രധാനമായ പിശാചിന്റെ പണി നിങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കലാണ്, നാട്ടുകാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കലാണ്. രണ്ട് ഭിന്നിപ്പുണ്ടാക്കണം, രണ്ട് ചേരിയാവണം. ഒന്നുകിൽ സംഘടനയുടെ ചേരി, ഇനി സംഘടന ഒന്നുമില്ലെങ്കിൽ രാഷ്ട്രീയ ചേരി, ഇനി രാഷ്ട്രീയമായിട്ടൊരു പ്രശ്നമില്ലെങ്കിൽ മുതലാളിമാരുടെ ഈഗോ പ്രശ്നം. ഇങ്ങനെ ഓരോ മഹലിൽ എന്തെങ്കിലും ആയിട്ടൊരു ഭിന്നിപ്പുണ്ടാവും, അല്ലെങ്കിൽ കുടുംബ പ്രശ്നം, തറവാട് പ്രശ്നം. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നതാണ് പിശാചിന് ഇഷ്ടം. ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കലാണ് പിശാചിന് ഇഷ്ടം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സംശയം തോന്നി, എന്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് മറ്റു ഭാര്യമാരുടെ അടുത്തേക്ക് പോയോ? കൈ കൊണ്ട് ഇങ്ങനെ തപ്പി നോക്കി. പെട്ടെന്ന് കൈ നബി തങ്ങളുടെ മുടിക്കുള്ളിൽ കയറി. ജാഅകി ശൈത്വാനുക്കി, ആയിഷ നിന്റെ ശൈത്താൻ വന്നല്ലേ, നിന്നെ വസ്വാസ് ഉണ്ടാക്കാൻ പിശാച് വന്നുവല്ലേ ആയിഷ? ആയിഷ ബിവി ചോദിച്ചു, അമാലക ശൈത്വാനും, നിങ്ങൾക്കുമില്ലേ ഒരു പിശാച്? നബി തങ്ങൾ പറഞ്ഞു, അതെ, പക്ഷേ അയാൾ ഇപ്പോൾ മുസ്ലിമായി, ഇപ്പോൾ എന്നോട് നന്മയല്ലാതെ എന്റെ പിശാച് കൽപ്പിക്കാറില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ പിശാചുള്ള സ്ഥലങ്ങളിലെല്ലാം ദുഃഖമുണ്ടാകും. നിങ്ങൾ സന്തോഷിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ സിനിമയുടെ പിന്നാലെ ഓടിപ്പിക്കുന്നത്? കാരണം സിനിമ കഴിഞ്ഞാൽ ദുഃഖമാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് ബ്ലൂ ഫിലിമിന്റെ പിന്നാലെ, കഞ്ചാവിന്റെ പിന്നാലെ ഓടിക്കുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശയാണ്. എന്തേ വാലിന്റെ പിന്നാലെ ഓടിക്കാത്തത്? ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാണ്. ഖുർആൻ ഓതിയാൽ എന്തൊരു സന്തോഷമാണ് മനസ്സിന്. ഒരു ദിവസം ഒരു ജുസ് ഖുർആൻ ഓതി എന്തൊരു സന്തോഷമാണ്. അത് ഓതിയില്ലെങ്കിൽ ദുഃഖമാണ്. രാവിലത്തെ സുബഹി നിസ്കാരം നഷ്ടപ്പെട്ടാൽ വൈകുന്നേരം വരെ ടെൻഷൻ മാറൂല, എന്നാൽ നിസ്കരിച്ച എന്തൊരു സന്തോഷമാണ്. അപ്പൊ പിശാച് നിങ്ങൾ നിസ്കരിപ്പിക്കൂല, താൽക്കാലികമായിട്ട് ഉറക്കും. ആ ഉറങ്ങിയാൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ദുഃഖമാണ്. പിശാച് എവിടെയുണ്ട് അവിടെയൊക്കെ ദുഃഖമാണ്. അതുകൊണ്ട് ദിക്റിലൂടെ ജീവിച്ചാൽ പിശാചിൽ നിന്ന് അകലാൻ കഴിയും. ദിക്റിൽ നിന്ന് മാറി നിന്നാൽ നുഖയ്യിൽ ലഹു ശൈത്വാനൻ, ഒരു പിശാച് നിങ്ങളെ പിടിഞ്ഞ് മുറുക്കുമെന്ന് വിരിഞ്ഞ് മുറുക്കുമെന്ന് ഖുർആനാണ് പഠിപ്പിക്കുന്നത്. നുഖയ്യിൽ ലഹു ശൈത്വാനൻ, ഒരു പിശാചിനെ ഏൽപ്പിക്കും. ഫഹുവ ലഹു ഖരീൻ, പിശാച് നിങ്ങൾ കൂടുതൽ വിരിഞ്ഞ് മുറുക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. الذين آمنوا, സത്യവിശ്വാസികൾ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവർ. വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, ഒരാളുടെ ഹൃദയത്തിന് സമാധാനമുണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത്, ഐശ്വര്യമുണ്ടാകുന്നത് ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയിലൂടെയാണ്. എപ്പോഴാ സമാധാനം ഉണ്ടാവുക? നിങ്ങൾ വിചാരിക്കുക അത് കിട്ടിയ സന്തോഷം ഉണ്ടായി, വണ്ടി വാങ്ങിച്ച സന്തോഷമായി, പെണ്ണ് കിട്ടിയ സന്തോഷമായി, മക്കളുണ്ടായ സന്തോഷമായി, വീടെത്താൻ സന്തോഷമായി. നോ, ഇതൊന്നുമല്ല സന്തോഷം. അലാ ബിദിക്രില്ലാഹ്, അതോടൊപ്പം ദിക്റും ഉണ്ടാവണം. ദിക്റിലൂടെ ആവണം അതൊക്കെ നമ്മൾക്ക് ലഭിക്കേണ്ടത്, എങ്കിൽ സന്തോഷം ഉണ്ടാവും. ദമ്പതികൾക്കിടയിൽ സൗന്ദര്യ പിണക്കങ്ങളും പ്രശ്നങ്ങളും ചൊടിയും എപ്പോഴും സങ്കീർണമായ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും ദിക്റിലേക്ക് മടങ്ങണം. ഒന്നിച്ച് ദിക്ർ ചെല്ലാൻ, ഒന്നിച്ച് ഖുർആൻ ഓതാൻ, ഒന്നിച്ച് നിസ്കരിക്കാൻ, ഒന്നിച്ച് ഇസ്ലാമികമായ ചിട്ടയോടെ ജീവിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ പിണക്കങ്ങൾ മാറി ഇണക്കമുണ്ടാകും. കാരണം നിങ്ങൾക്കിടയിൽ നിന്ന് പിശാച്, ഒരാൾ മാത്രം നന്നായാൽ മതിയോ? പോരാ. അപ്പൊ അയാളിൽ നിന്നേ പിശാചകലും ഭാര്യയുടെ കൂടെ ഉണ്ടാവും. ഭാര്യ നന്നായ ഭർത്താവിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ ഭാര്യ ഇങ്ങനെ ചൊറക്കും, അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ചൊറക്കും. രണ്ടാളും നന്നായാലോ പിശാചകലും അകലും രണ്ടാളും എടുക്കും. അലാ, നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്,
നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനമുണ്ടാകുന്നത് അല്ലാഹുവിന്റെ സ്മരണയിലൂടെയാണ്, ദിക്റിലൂടെയാണ്. ദിക്റിലൂടെ നിങ്ങൾക്ക് ഹൃദയത്തിനും നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ വീട്ടിലും കുടുംബങ്ങളിലും സമാധാനം ഉണ്ടാവും. 5 അന്നഹു യജ്ലിബു ലിൽ ഖൽബിൽ ഫർഹ വസ്സുറൂർ. ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ആശ്വാസം, ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത സമാധാനം, വീട്ടിൽ എന്തെന്നില്ലാത്ത സന്തോഷം, കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല ഐക്യമുണ്ടാകും. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. കല്യാണം കഴിക്കാൻ പറഞ്ഞത് സമാധാനം ഉണ്ടാവാൻ വേണ്ടി. പക്ഷേ ഇന്നത്തെ കല്യാണങ്ങളോടുകൂടി സമാധാനം നഷ്ടപ്പെട്ടു. അല്ലേ? കല്യാണം കഴിക്കാൻ പറഞ്ഞത് സമാധാനം ഉണ്ടാവാൻ വേണ്ടി, കല്യാണം കഴിക്കലോടുകൂടി സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ തരാട്ടാത്തത് കല്യാണം കഴിക്കാൻ പറഞ്ഞത് ലിതസ്കുനൂ ഇലൈഹാ, 2 പേർക്കും സമാധാനം ഉണ്ടാവാൻ. വജഅല ബൈനകും മബദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ കാരുണ്യമുണ്ടാക്കിയത് റബ്ബാണ്, സ്നേഹമുണ്ടാക്കിയത് റബ്ബാണ്. അല്ലാഹുവാണ് സ്നേഹവും കാരുണ്യം ഉണ്ടാക്കുന്നത്. ആ റബ്ബിനോട് ബന്ധപ്പെട്ടാലേ സ്നേഹവും കാരുണ്യം കിട്ടുള്ളൂ. റബ്ബിൽ നിന്ന് മാറിയ പിന്നെ എങ്ങനെ പഠിച്ചോ സ്നേഹം തരിക, പിന്നെ എങ്ങനെ പഠിച്ചോ കാരുണ്യം തരിക? വജഅല ബൈനകും മബദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ കാരുണ്യവും സ്നേഹവും സന്തോഷവും നൽകുന്നത് ഞാനാണ്. ആ റബ്ബ പറയുന്നത് ദിക്റിലൂടെ ജീവിച്ചാൽ സമാധാനം തരാമെന്ന്, ജീവിതത്തിൽ സന്തോഷം തരാമെന്ന്. 2 പേരും ഒന്നിച്ച്, ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അന്നഹു യുഖവ്വിൽ ബദന വൽ ഖൽബ, ശാരീരികമായ മാനസികമായ കരുത്തു നൽകും. 7-ാമത്തേത്. 6-ാമത്തേത് അന്നഹു യുഖവ്വിൽ ഖൽബ വൽ ബദന, നമ്മൾക്ക് 1 മാനസികമായ കരുത്തുണ്ടാകും. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് ചൊല്ലി ധൈര്യമായി ഏത് വഴിയിലൂടെയും ഇറങ്ങിച്ചെല്ലാൻ പറ്റും. വണ്ടിയിൽ കയറിയാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയുമ്പോൾ മാനസികമായ കരുത്തു കിട്ടും. ഇബ്രാഹിം നബിയെ ശക്തമായ തീകുണ്ടാരത്തിലേക്ക്, ചുട്ടുപൊള്ളുന്ന തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാണ്. എന്തുകൊണ്ട് ഇബ്രാഹിം നബി പതറിയില്ല? എന്തുകൊണ്ട്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അല്ലാഹുവേ ഞാൻ നിന്നെ ബരമേൽപ്പിക്കുന്നു റബ്ബേ. പടച്ചോനെ ബരമേൽപ്പിച്ച പിന്നെ എവിടെയാ പതറ? ഒരാൾ അല്ലാഹുവിനെ ബരമേൽപ്പിച്ചാൽ അയാൾക്ക് റബ്ബ് മതി, പിന്നെ പേടിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോവാണ്. വിശാലമായ ഹൃദയത്തോടെ, അചഞ്ചലമായ വിശ്വാസത്തോടെ, അല്ലാഹുവിനോടുള്ള ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത അഭേദ്യമായ ബന്ധത്തോടെ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് തീകുണ്ടാരത്തിലേക്ക് നടന്നു പോയാൽ നിങ്ങളുടെ തീ നിങ്ങളെ തൊടുകയില്ല. തൊട്ടിട്ടില്ലല്ലോ, ഇബ്രാഹിം നബി തൊട്ടിട്ടില്ലല്ലോ. അബൂ മുസ്ലിമുൽ ഖൗലാനി മുസൈലിമത്തുൽ കദ്ദാബ് വലിച്ചെറിഞ്ഞു, തൊട്ടിട്ടില്ലല്ലോ. മുസൈലിമത്തുൽ കദ്ദാബ് അബൂ മുസ്ലിമുൽ ഖൗലാനിയെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. സ്വഹാബിയാണ്, നല്ല പുഷ്പം പോലെ പുഞ്ചിരിച്ച് പുറത്തു വന്നു, തൊട്ടിട്ടില്ല തീ. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് ചൊല്ലി വിഷം കുടിച്ചു. വിഷം തൊട്ടില്ല. നമ്മൾ കുടിച്ചോട്ടെ. അചഞ്ചലമായ വിശ്വാസം അവിടെ ആവശ്യമാണ്. അല്ലാഹുവിലേക്കുള്ള പൂർണ്ണമായ തവക്കുൽ ആവശ്യമാണ്. വിഷം മണപ്പിച്ചാൽ പോലും മരിക്കുന്ന സ്ട്രോങ് ഉള്ള വിഷമാണെങ്കിലും അദ്ദേഹം കുടിച്ചിട്ട് ഒരു ശരീരത്തിന് പോറലേൽപ്പിക്കാൻ ആവശ്യത്തിന് കഴിഞ്ഞില്ല. നിങ്ങളുടെ ശരീരത്തിനൊരു ശക്തി നൽകും, നിങ്ങളുടെ മനസ്സിനൊരു കരുത്തു നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. സഹോദരിമാർക്ക് അടുക്കളയിൽ കാര്യമായ ജോലിയാണ്. എന്തെങ്കിലും വരുന്നുണ്ട്, സൽക്കാരമുണ്ട്, അതിഥികൾ വരുന്നുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം ഒരു ജോലിയാണ്. ഉസ്താദുമാർക്ക് ചോറാണ്. ഉസ്താദുമാരെ ഫുഡിന് 10-12 അല്ലെങ്കിൽ 8-6 ഉസ്താദുമാരുണ്ട്. 3 നേരം അവർക്ക് ഭക്ഷണം കൊടുക്കണം. അന്ന് യാ അല്ലാഹ് ഇതൊക്കെ എങ്ങനെ തീർക്കുക? 6 ഉസ്താദുമാർക്ക് മാസത്തിലൊരു തവണ ഭക്ഷണം, 2 മാസത്തിലൊരു തവണ ഭക്ഷണം, നല്ല ഭക്ഷണം കൊടുക്കണ്ടേ? ആകെ ടെൻഷനാണ്.
ക്ഷീണിതനാകും. ഒരു ക്ഷീണവുമില്ലാതെ അന്നത്തെ പണി തീർക്കാൻ നിങ്ങൾക്ക് ദിക്ർ പരിഹാരമുണ്ട്. അന്നഹു യുഖവ്വിൽ ഖൽബ വൽ ബദൻ, നിങ്ങൾക്ക് ശാരീരികമായ മാനസികമായ കരുത്തുണ്ടാകും. എങ്ങനെ? ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് 33 തവണ, അൽഹംദുലില്ലാഹ് 33 തവണ, അല്ലാഹു അക്ബർ 34 തവണ. ഇതും ആരോഗ്യം തമ്മിൽ എന്ത് ബന്ധാണ്? ഇത് റെഡ് ബുൾ അല്ലല്ലോ, ഇത് വിറ്റാമിൻ അല്ലല്ലോ. ഇത് ചൊല്ലിയാ മതി, നിങ്ങൾ അടുക്കളയുടെ ജോലി എളുപ്പമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു ജോലിക്കാരൻ നിങ്ങളെ കൂടെ ഉണ്ടാകുന്നതിന്റെ അർത്ഥം പത്തിരി ചുടുന്ന നിങ്ങൾ തന്നെയാണ്, പക്ഷെ നിങ്ങളല്ല. നിങ്ങൾക്ക് ക്ഷീണമില്ലാത്ത രീതി നിങ്ങളുടെ കൂടെ നിങ്ങൾ അറിയാതെ ഒരാൾ പത്തിരി ഇങ്ങനെ ചുടും, നിങ്ങൾക്കൊരു ക്ഷീണം ഉണ്ടാവില്ല. വീടടിച്ചു വാരുന്നത് നിങ്ങൾ തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് ക്ഷീണമില്ലാത്ത രീതിയിൽ വേറൊരാൾ ഇങ്ങനെ അടിച്ചു വാരും. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, നബിയെ ക്ഷീണിതയാണ് നബിയെ, കഴിയുന്നില്ല, എന്റെ കൈകൾ കാണുന്നില്ലേ തഴമ്പിച്ച്, എന്റെ മുഖം കാണുന്നില്ലേ കരുവാളിച്ച്, മടുത്തു. ആസങ്കല്ല് ഇങ്ങനെ ഉരുട്ടി എനിക്ക് മടുത്തു. അടുപ്പത്ത് തീ ഉണ്ടാക്കി മടുത്തു. എനിക്കൊരു ഖാദിം വേണം, ഒരു ജോലിക്കാരി വേണം, ഒരു അടിമ വേണം എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞത്, ഫാത്തിമ അതിനേക്കാളും നല്ലൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരട്ടെ. ഉറങ്ങാൻ കിടക്കുമ്പോ 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 34 തവണ അല്ലാഹു അക്ബർ. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുക്കളയുടെ ജോലി ഭാരമില്ലാതെ എളുപ്പത്തിൽ തീർക്കാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നമ്മൾക്ക് ശക്തിയല്ലേ, ശാരീരികമായ ആരോഗ്യമല്ലേ തരുന്നത്. ഞാൻ പറയുന്നതൊന്നും എന്റെ ഇഷ്ടത്തോടെ പറയല്ല കേട്ടോ, ഞാൻ എനിക്ക് ഉണ്ടാക്കി പറയല്ല. ഇതൊക്കെ ഞാൻ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം പറയുന്നു. അത്ഭുതപ്പെടും, ആലോചിക്കും അതെങ്ങനെയാണ് അടുക്കളയെ ബാധിക്കാൻ. പക്ഷെ ഇത് റബ്ബ് പറഞ്ഞാണ് അല്ലെ. ഈ മൊബൈൽ ഫോണ് വെള്ളത്തിലിട്ടാൽ കേടാവൂല എന്ന് ഇതിന്റെ കമ്പനി പറഞ്ഞാൽ എനിക്ക് വെള്ളത്തിലിടാം. കാരണം അവരല്ലേ ഇതുണ്ടാക്കി, അവർക്ക് ഇതിനെ കുറിച്ച് അറിയാലോ. ഈ മൊബൈൽ ഫോൺ വെള്ളത്തിലിട്ടാ ഒന്നും ആവൂല എന്ന് കാണുന്നുണ്ട്. വെള്ളത്തിലിട്ട് ഒന്നായിട്ട് 2-3 തവണ വെള്ളത്തിലിട്ട് ഒന്നായിട്ടില്ല. നേരെ മറിച്ച് വേറെ ഏതെങ്കിലും ഒരു ഫോൺ വെള്ളത്തിൽ വീണാൽ ഉടനെ എടുക്കണം, അതിന്റെ കവർ മാറ്റണം, സിമ്മ് മാറ്റണം, ബാറ്ററി മാറ്റണം, ഒരാഴ്ച വെയിലത്ത് വെക്കണം. ഒരു സ്വിമ്മിംഗ് പൂളിൽ 10 മിനിറ്റ് കിടന്നിട്ട് ഒന്നും ആയിട്ടില്ല. അപ്പൊ ഇതുണ്ടാക്കിയ ആൾക്കറിയാം ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം ഉണ്ടാവും, ഇതെങ്ങനെ കേടാവാൻ. അപ്പൊ അവര് പറഞ്ഞു വെള്ളത്തിലിട്ടാ കുഴപ്പമില്ല, ഒന്നും ആയില്ല. അതേപോലെ അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്. ആ റബ്ബിനറിയാം നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്, എങ്ങനെ പോയാൽ സമാധാനം ഉണ്ടാകുമെന്നും എങ്ങനെ പോയാൽ ദുഃഖമുണ്ടാകുമെന്നും റബ്ബിനറിയാം. എങ്ങനെ ജീവിച്ചാലാണ് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്, എങ്ങനെ ജീവിച്ചാലാണ് കുടുംബത്തിൽ ദുഃഖമുണ്ടാകുന്നത്, നിന്റെ സന്തോഷം എവിടെ, നിന്റെ ദുഃഖം എവിടെ, എനിക്ക് രോഗം വരുന്നത് എങ്ങനെ, എല്ലാം റബ്ബിന് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് റബ്ബ് നമ്മെ സൃഷ്ടിച്ചത് റബ്ബല്ലേ, ആ റബ്ബ് വ്യക്തമായിട്ട് ഓരോരോ വഴികൾ പറഞ്ഞു തന്നു. അതിലിപ്പോ എന്താ അത്ഭുതപ്പെടാനുള്ളത്? എന്നാൽ ഈ മൊബൈൽ വെള്ളത്തിൽ വീണത് പോലെ ഈ മൊബൈൽ വെള്ളത്തിൽ വീണാലോ ഇതെനിക്ക് പൈസ നഷ്ടപ്പെടും, ഇത് നഷ്ടപ്പെടൂല. അതേപോലെ ഇത് രണ്ടും സൃഷ്ടിച്ചത് ഓരോ നിർമ്മാതാക്കളാണ്, അവർക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് അറിയാം. അതേപോലെ നമ്മൾ സൃഷ്ടിച്ച റബ്ബിന് നമ്മുടെ ഫീച്ചേഴ്സ് അറിയാം. ഇത്രയേ ഉള്ളൂ വിഷയത്തിൽ. ഇനി എട്ടാമത്തേത് അന്നഹു യജ്ലിബു റിസ്ഖ കൊണ്ടുവരും, ഭക്ഷണം കൊണ്ടുവരും. ദിക്റിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഭക്ഷണം തരുമെന്നാ പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. രാവിലെ എണീക്കുമ്പോൾ ഒരാളുടെ ചിന്ത ആഖിറമാണെങ്കിൽ ദുനിയാവിൽ അതിന്റെ പിന്നാലെ പോവാതെ ആഖിറത്തിന് ലക്ഷ്യം കൊടുത്ത് ആഖിറം ലക്ഷ്യമാക്കി നിസ്കരിച്ച് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി എന്നിട്ടാണ് അധ്വാനിക്കുന്നതെങ്കിൽ ദുനിയാവിന്റെ പിന്നാലെ നീ പോവേണ്ട ആവശ്യമില്ല. ദുനിയാവ് നിന്നെ തേടി കടന്നു വരും. ഇന്നെ പിടിച്ചോ എന്ന് പറഞ്ഞു ദുനിയാവ് നിന്റെ പിന്നാലെ വരും. അല്ലാഹുവിനെ ഒരാൾ പേടിച്ചാൽ, അല്ലാഹുവിനെ ഒരാൾ ഭയന്നാൽ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന് വേണ്ടിയിട്ട് അവന് ആവശ്യമായ വഴികൾ അല്ലാഹു തുറന്നു വെക്കുമെന്നാണ് പറയുന്നത്. അല്ലാഹുവിനെ ഭയന്നാൽ അവന് ആവശ്യമായ വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കും. അവൻ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു ഭക്ഷണം നൽകുമെന്ന് ഖുർആൻ. പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ. നമ്മൾ വിചാരിക്കും ഒരു പെണ്ണുണ്ട്, എങ്ങനെയാണ് അവളെ കെട്ടിച്ചു കൊടുക്കുക, എന്റെ വരുമാനം 5000 രൂപയാണ്, രോഗിയായി യാ അല്ലാഹ് എനിക്കൊരു എന്റെ കിഡ്നി ഫെയിലായാൽ എനിക്ക് എങ്ങനെ ചികിത്സിക്കാൻ കഴിയും, ഞാൻ പള്ളിയിൽ ഒരു മുഅല്ലിമാണ്, ഒരു മുഅദ്ദിനാണ്, എനിക്ക് ആകെ 5000 രൂപ സാലറി, നീ വിഷമിക്കണ്ട,
നീ ആഖിറം ലക്ഷ്യമാക്കി ജീവിക്കുക. നിന്റെ കിഡ്നി പോയാൽ നീ ചോദിക്കുക പോലും ചെയ്യാതെ 10 ലക്ഷം 20 ലക്ഷം നാട്ടുകാർ നിന്നോട് ചോദിക്കാതെ കൊണ്ടുവരും. അങ്ങനെ ചെയ്യാറില്ല. എനിക്കറിയപ്പെടുത്ത എൻ്റെ തൊട്ടടുത്തൊരു മദ്ദിൻ കിഡ്നിയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ അദ്ദേഹം ചോദിച്ചിട്ടൊന്നുമില്ല. നാട്ടുകാർക്ക് പിരിവെടുത്ത് ഒരു 10 ലക്ഷം രൂപ കൊടുത്താൽ അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. അള്ളാഹുവിനെ നീ തഖ്വയോടെ ജീവിക്കുക. ചോദിച്ചവർ ചിലപ്പോൾ കിട്ടുന്ന തോത് പറയും. ചോദിച്ചാൽ എന്നെ സഹായിക്കണം, എനിക്കിങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ തോത് പറയും. ചോദിക്കണ്ട, ജനങ്ങളോട് ചോദിക്കണ്ട, റബ്ബിനോട് ചോദിക്കും. അല്ലാഹു നീ അറിയാത്ത വഴിയിലൂടെ നിന്നെ സഹായിക്കും. ഏത് പ്രയാസങ്ങളിലും ഒരു പരിഹാരം അല്ലാഹു തരും. അറിയാത്ത വഴിയിലൂടെ ഭക്ഷണം തരും. മക്കളെ കൊട്ടിച്ചു കൊടുക്കാറുണ്ട്. നീ എടുത്തു വെച്ചതൊക്കെ ആകെ നോക്കുമ്പോൾ 2-3 ലക്ഷം ഉള്ളൂ, എങ്ങനെ കല്യാണം കഴിക്കാന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത്, ഉസ്താദേ അല്ലെങ്കിൽ ഇന്നാലെന്ന മനുഷ്യാചാരെ, ഞാൻ നിങ്ങളുടെ മകളെ കെട്ടിക്കട്ടെ, നിങ്ങളുടെ മോളെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ, പൊന്ന് ഞാൻ തന്നെ ഇട്ടോളാം, നിങ്ങളിടണ്ട, 40 പവനോ 10 പവനോ ഞാൻ തന്നെ ഇട്ടോളാം, അങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുപോകാറില്ലേ? ഇതൊക്കെ അല്ലാഹു നൽകുന്ന വഴികളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറെ ആൾ പറയുന്നത്, എന്റെ മകന്റെ കല്യാണം ഉണ്ടെന്ന്, നിങ്ങളുടെ മകളുടെ കല്യാണം കൂടി ഞാൻ കഴിച്ചെടുത്തോട്ടെ. അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് തരും. നമ്മൾ തയ്യാറായാൽ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവൂല. നിങ്ങൾ എന്ത് പറയണം? നിങ്ങളുടെ മക്കളോട്, ഭാര്യമാരോട്, കുടുംബക്കാരോട് വളരെ കൃത്യമായി നിസ്കരിക്കാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള റിസ്ക് ഞാൻ തരാം. റിസ്കിൽ വീട് പെട്ടോ, റിസ്കിൽ ഭക്ഷണം പെട്ടോ, റിസ്കിൽ വസ്ത്രം പെട്ടോ, റിസ്കിൽ സുഖങ്ങളും പെട്ടു. നിങ്ങൾ എല്ലാവരും നിസ്കരിച്ചാൽ മതി. എല്ലാവരും നിസ്കരിക്കണം. കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. ഭാര്യ, മക്കൾ, ഭർത്താവ്, വീട്ടുകാരെല്ലാം കൃത്യമായി നിസ്കരിക്കുന്നവരായാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള റിസ്ക് ഞാൻ തരാം. റിസ്കിൽ ആഫിയത്ത് പെട്ടു, ആരോഗ്യം പെട്ടു. ആരോഗ്യം വലിയ റിസ്ക്കാണ്. അല്ലാഹു നമ്മൾക്ക് ആഫിയത്ത് തരട്ടെ. ആഫിയത്ത് തരും. കൃത്യമായി നിസ്കരിക്കാൻ പറഞ്ഞു. എല്ലാവരും നിസ്കരിക്കണം, വീട്ടുകാരെ. ഇതൊക്കെയാണ് ഇതിന്റെയൊക്കെ നേട്ടങ്ങൾ. അന്നഹു യഹുത്തുൽ ഖതായ. എട്ടാമത്തേത് യഹുത്തുൽ ഖതായ, പാപങ്ങളെല്ലാം പുറത്തു തരും. പാപങ്ങളെല്ലാം പുറത്തു തരും. ഒരു പാപവും ബാക്കിയില്ലാതെ എല്ലാം പുറത്തു തരും. ഇങ്ങനെയുള്ള സദസ്സിലൂടെ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മാ മിൻ ഖൗമിൻ യജ്തമഉ യദ്കുറൂനല്ലാഹ്. അല്ലാഹുവിനെ ഓർക്കാൻ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടി. എന്താ നമ്മുടെ ഈ സദസ്സ്? ലാ യുരീദൂന ബിദാലിക ഇല്ലാ വജ്ഹ. അതുകൊണ്ട് ഉദ്ദേശം അല്ലാഹു മാത്രമാണ്. എന്തെങ്കിലും പഠിക്കണം, ജീവിതത്തിൽ പകർത്തണം, അല്ലാഹുവിന്റെ സ്വർഗീയ ലോകം കിട്ടണം, ഉഖ്റവിയായ ലോകത്തിൽ രക്ഷപ്പെടണം. ആ ഒരു നിയ്യത്തോടെ ആളുകൾ ഒരുമിച്ച് കൂടിയാൽ, ഇല്ലാ നാദാഹും മുനാദിൻ മിനസ് സമാഇ അൻ ഖൂമു മഗ്ഫൂറൻ ലക്കും. ആകാശലോകങ്ങളിൽ നിന്നൊരു വിളിയാളം കേൾക്കും. മലക്കുകൾ അവരെ വിളിക്കും, ഖൂമു, നിങ്ങൾ എണീറ്റോളൂ, മഗ്ഫൂറൻ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തന്നിരിക്കുകയാണ്. വാദ കഴിഞ്ഞു പോകുന്നതിന് മുമ്പേ ഒരു വിളിയാളം നമ്മൾ വിളിക്കാനുണ്ട്, നമ്മളത് കേൾക്കുന്നില്ല. നാദാഹും മുനാദിൻ മിനസ് സമാ. ആകാശങ്ങളിൽ നിന്നുള്ള വിളിയാളമാണ്. ഖൂമു മഗ്ഫൂറൻ ലക്കും, പോയിക്കോളൂ, വീട്ടിലേക്ക് പോയിക്കോളൂ, നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു തന്നിരിക്കുകയാണ് എന്ന് മാത്രമല്ല, പുറത്തു തന്നു എന്ന് മാത്രമല്ല, ഖദ് ബുദ്ദിലത് സയ്യിആതികും ഹസനാത്, നിങ്ങളുടെ കഴിഞ്ഞുപോയ തെറ്റുകളെ നന്മയാക്കി ഞാൻ മറിച്ചിരിക്കുകയാണ്, മാറ്റിമറിച്ചിരിക്കുകയാണ്. ബുദ്ദില, ബദ്ദല, തെറ്റിനെ നന്മയാക്കി മാറ്റിമറിച്ചു.